ശ്രീലങ്കയ്ക്കെതിരായ ഏകദിന പരമ്പരയിൽ ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർമാരായ KL രാഹുലും ഋഷഭ് പന്തും മുട്ടൻ തോൽവികളായി നിരാശപ്പെടുത്തി. ഇതോടെ മലയാളി താരം സഞ്ജു സാംസനെ ഇന്ത്യൻ ഏകദിന ടീമിലേക്ക് തിരിച്ചു വിളിക്കാനുള്ള സാധ്യതയാണ് തെളിയുന്നത്. 27 വർഷങ്ങൾക്ക് ശേഷം ശ്രീലങ്കയോട് പരമ്പര തോറ്റതിന്റെ ഞെട്ടലാണ് ഇന്ത്യ ടീം. ഇതിൽ പ്രധാന തിരിച്ചടി ബാറ്റർമാരുടെ സ്ഥിരതയില്ലായ്മയാണ്. ആദ്യ 2 മത്സരങ്ങളിലും വിക്കറ്റ് കാത്ത രാഹുൽ ബാറ്റിംഗിലും വിക്കറ്റ് കീപ്പിംഗിലും ഒരുപോലെ പരാജയപ്പെട്ടു. രണ്ടാം ഏകദിനത്തിൽ രാഹുലിന് 7ാം നമ്പർ നൽകിയ പരിശീലകൻ ഗൗതം ഗംഭീറിന്റെ തീരുമാനവും വിമർശിക്കപ്പെട്ടു. അവസാന മത്സരത്തിൽ ഋഷഭിനെ തിരിച്ചു വിളിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ പ്രകടനവും നിരാശജനകമായിരുന്നു. വിക്കറ്റിന് പിന്നിലെ പിഴവുകൾക്കൊപ്പം ബാറ്റിംഗിലും ഋഷഭിന് തിളങ്ങാനായില്ല. ഈ സാഹചര്യത്തിൽ ഇന്ത്യക്ക് വേണ്ടി അവസാനം കളിച്ച ഏകദിനത്തിൽ മാച്ച് വിന്നിംഗ് സെഞ്ചുറി നേടിയ സഞ്ജുവിനെ ടീമിലേക്ക് തിരിച്ചു വിളിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. അടുത്ത പരമ്പരയിൽ രാഹുലിനോ ഋഷഭിനോ പകരം സഞ്ജുവിന് അവസരം ലഭിച്ചേക്കുമെന്നാണ് സൂചനകൾ. അവസാനത്തെ ഏകദിനത്തിൽ 110 റൺസിന്റെ വമ്പൻ തോൽവിയാണ് ഇന്ത്യ ഏറ്റുവാങ്ങിയത്. 242 റൺസ് വിജയലക്ഷ്യം മറികടക്കാനിറങ്ങിയ ഇന്ത്യ 138 റൺസിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു. രോഹിത് ശർമ്മയ്ക്കും വാഷിംഗ്ടൺ സുന്ദറിനും മാത്രമാണ് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത്. ഇതുപോലുള്ള പുതിയ വാർത്തകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക.